Welcome to Learnino. So, we will talk Module 1 question discussion the third part. Already, we have 2 parts. 20 questions discuss. But we will discuss 10 questions. First question. The input voltage to a converter is given by V of t is equal to 200 sin 100 pi t volt. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട് കൺവേർട്ടറിലേക്കുള്ളത് വി ഓഫ് ടി എന്നുള്ള ഫോർമാറ്റിലാണ് തന്നിരിക്കുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 200 സൈൻ 100 പൈ ടി വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ദ കറണ്ട് ഡ്രോൺ ബൈ ദ കൺവേർട്ടർ, കൺവേർട്ടറിൽ കൂടിയുള്ള കറണ്ട് എന്ന് പറയുന്നത് ഐ ഓഫ് ടി ആണ് തന്നിരിക്കുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 10 സൈൻ 100 പൈ ടി മൈനസ് 60 ഡിഗ്രി പ്ലസ് 10 സൈൻ 300 പൈ ടി പ്ലസ് 45 ഡിഗ്രി പ്ലസ് 2 സൈൻ 700 പൈ ടി മൈനസ് 30 ഡിഗ്രി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കറണ്ട്. 3 ആംപിയർ ആണ് കറണ്ട്. അപ്പോൾ ചോദ്യം ദ ആക്റ്റീവ് പവർ ഡ്രോൺ ബൈ ദ കൺവേർട്ടർ, ടോട്ടൽ പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമ്മൾ നോർമലി ആണെന്നുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വോൾട്ടേജ് ഇൻറ്റു കറണ്ട് മതി. ഇവിടെ സൈൻ വേവിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആക്റ്റീവ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? അതിന്റെ വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് പൈ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അപ്പോൾ ദ ആക്റ്റീവ് പവർ ഡ്രോൺ ബൈ ദ കൺവേർട്ടർ നമുക്ക് നോക്കാം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 2300 വാട്ട്, 1150 വാട്ട്, 4324 വാട്ട് ആൻഡ് 500 വാട്ട്. ആൻസർ 500 ആണ് വരിക. നമുക്ക് എങ്ങനെയാ കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾക്ക് ഇപ്പം തന്നിട്ടുള്ള വോൾട്ടേജിന്റെ ഫോർമുല നമ്മൾ കണ്ടു, ആകെ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ. അതേസമയത്ത് കറണ്ട് എന്ന് പറയുന്നത് 3 ടേംസ് ഉണ്ട് അല്ലേ. അപ്പൊ അതിൽ നമ്മൾക്ക് ഫണ്ടമെന്റൽ ആയിട്ട് നമ്മുടെ വോൾട്ടേജിലും കറണ്ടിലും കോമൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു, അതെ ഒമേഗ ഇസ് ഈക്വൽ ടു 100 പൈ ആണ് വരിക. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഭാഗത്തുള്ള കറണ്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വോൾട്ടേജ് എന്ന് പറയുന്നതിന് നമുക്ക് പ്ലസ് ഒരു ഫേസ് നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അല്ലേ. ഒരു പ്ലസ് 60 ഡിഗ്രിന്നോ 30 ഡിഗ്രിന്നോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് കറണ്ടിലാവുന്ന സമയത്ത് 3 ഫേസ് നമ്മളവിടെ കണ്ടിരുന്നു അല്ലേ. മൈനസ് 60 ഡിഗ്രിയും 45 ഡിഗ്രി ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ നമുക്ക് അതിൽ ഏതെടുക്കുക എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഉള്ളത് മാത്രം നമ്മൾ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഫണ്ടമെന്റൽ അപ്പൊ എന്താ വരിക? വി ഇസ് ഈക്വൽ ടു വി എം ബൈ റൂട്ട് ആണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ വി എം എന്ന് പറഞ്ഞത് 200 ബൈ റൂട്ട് ആണ്. അതുപോലെ ഐ ആർ എം എസ് എന്ന് പറയുമ്പോൾ ആ ഒന്നാമത്തെ മാത്രം നമ്മൾ എടുത്താൽ മതിയായിരുന്നു അല്ലേ. അപ്പോൾ 10 ഡിവൈഡ് ബൈ റൂട്ട്. അപ്പോൾ വോൾട്ടേജിന്റെ ഫേസ് നമ്മൾ കണ്ടു, അവിടെ 0 ഡിഗ്രിയാണ്. അവിടെ ഒരു ഫേസ് ഡിഫറൻസ് നമ്മൾ കണ്ടില്ല. കറണ്ടിന്റെ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഫണ്ടമെന്റൽ ഫ്രീക്വൻസിയിലുള്ള കറണ്ട് മാത്രം കൺസിഡർ ചെയ്താൽ. അപ്പോൾ അതിന്റെ ഫേസ് എന്ന് പറയുന്നത് മൈനസ് 60 ഡിഗ്രിയാണ്. അപ്പോൾ പവർ ഫാക്ടർ എങ്ങനെ കിട്ടും? പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് പൈ ആണ് അല്ലേ. അപ്പോൾ 0 മൈനസ് വോൾട്ടേജിന്റെ മൈനസ് ഈ കറണ്ടിന്റെ ഫേസ് മൈനസ് 60 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു കോസ് പ്ലസ് 60 ഡിഗ്രി വരും. കോസ് 6ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. ദാറ്റ് ഈസ് 1.5 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് പവർ ആക്റ്റീവ് പവർ എന്ന് പറയുന്ന ഇക്വേഷൻ എന്താ? വി ആർ എം എസ് ഇൻറ്റു ഐ ആർ എം എസ് ഇൻറ്റു കോസ് 5 ദാറ്റ് ഈസ് 200 ബൈ റൂട്ട് 2 ഇൻറ്റു 10 ബൈ റൂട്ട് 2 ഇൻറ്റു 0.5 ചെയ്താൽ മതി. ഇത് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് പറയുന്നത് 2 ആയിട്ട് മാറും. അപ്പൊ ഇത് 100 ആയിട്ട് മാറും അല്ലേ. അപ്പൊ 10 ഇത് 0.5 എന്ന് പറയുന്നത് 1/2 ആണ്. ഇതിന്റെ 5 വരും. അപ്പോൾ 100 ഇൻറ്റു 5 എത്ര നമ്മൾക്ക് വരിക? 500 വാട്ട് ആണ്. ഓക്കെ, അപ്പോൾ അത് തേർഡ് ആൻഡ് സെവൻത് ഹാർമോണിക് കറണ്ട് ടേംസ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നില്ല. കാരണം നമ്മളത് വോൾട്ടേജിൽ ആ ഒരു പെർട്ടിക്കുലർ ടേം നമുക്ക് കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്റ്റീവ് പവർ. 500 വാട്ട് ആണ് ആക്റ്റീവ് പവർ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഒരു റെസിസ്റ്ററും 2 റെസിസ്റ്ററും ഒരു ഇൻഡക്ടറും ഉള്ള ഒരു സർക്യൂട്ടാണ്, ഒരു സീരീസ് സർക്യൂട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൊടുക്കുന്ന വോൾട്ടേജ് 100 സൈൻ ഒമേഗ ടി ആണ് കേട്ടോ. അപ്പോൾ ഇൻ ദ RL സർക്യൂട്ട് ഷോൺ ദ പവർ കൺസ്യൂംഡ് ബൈ 20 ഓം റെസിസ്റ്റർ ഈസ് ഗിവൺ ആസ് 80 വാട്ട്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഈ 20 ഓമിൽ കൂടെയുള്ള പവർ 80 വാട്ടാണ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പവർ ഫാക്ടർ ഓഫ് ദ സർക്യൂട്ട് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കേണ്ടതാണ് നമ്മളുടെ ചോദ്യം. അപ്പോൾ നമ്മൾക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കോസ് 5 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്താണ്? പവർ വന്നിട്ടുണ്ട്, 20 ഓം റെസിസ്റ്റൻസിൽ കൂടിയുള്ള പവർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ റെസിസ്റ്റൻസ് ആർ ടോട്ടൽ എന്ന് പറയുന്നത് 2 റെസിസ്റ്റർ ആണ് ഉള്ളത് അല്ലേ. ഏതൊക്കെയാണ്? 20ഉം അതുപോലെ തന്നെ 5ഉം. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ നമുക്ക് 25 ഓം എന്ന് കിട്ടി. ഇനി നമുക്ക് തന്നിട്ടുള്ളത് 20 ഓമിൽ കൂടെയുള്ള പവർ എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? അത് 80 വാട്ട് ആണെന്ന് തന്നിട്ടുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു I² R ആണ്. ഓക്കെ, അതായത്
80 watt is equal to I square R. അവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് 20 ഓം ആണ്. അപ്പോൾ 80 watt is equal to I square into 20. അപ്പോൾ 80/20 ആണ് എന്ത് വരിക? I square വരിക. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 വരും അല്ലേ? 4 is equal to I square വരും. അപ്പം നമുക്ക് അതിൽ നിന്ന് I എന്ന് പറയുന്നത് √4 ആണ്, which is equal to 2 ampere ആണ്. അപ്പം നമ്മൾക്ക് സീരീസ് കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും കൂടിയുള്ള കറണ്ട് സെയിം ആയിരിക്കും. അപ്പം നമുക്ക് ടോട്ടൽ കറണ്ട് ഇപ്പോൾ എത്രയാണെന്ന് കിട്ടി? 2 ampere ആണ് കിട്ടി. ഇത് ആക്ച്വലി നമ്മുടെ വരുന്ന RMS കറണ്ട് ആണ് കേട്ടോ. നമുക്ക് RMS കറണ്ട് കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് RMS വോൾട്ടേജ് അക്രോസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ടോട്ടൽ റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കുക പറയുമ്പോൾ VR എന്ന് പറയുന്നത് I into R ആണ് അല്ലേ? I into R ടോട്ടൽ ആണ് വരിക. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു കറണ്ട് 2 ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 50 വോൾട്ട് ആണ്. നമ്മൾക്ക് എന്ത് കിട്ടുന്നത്? റെസിസ്റ്റൻസ് വോൾട്ടേജ് നമ്മൾക്ക് കിട്ടുന്നത്, RMS വോൾട്ടേജ് അക്രോസ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടുന്നത്. ഇനി RMS സോഴ്സ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. നമുക്കറിയാം RMS സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? VM/√2 ആണ്. നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് കാണാപ്പാടാണ് അല്ലേ? അപ്പോൾ ഇതിൽ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട് സോഴ്സ് വോൾട്ടേജ് അല്ലേ? അവിടെ നമുക്ക് സോഴ്സ് വോൾട്ടേജ് എത്ര തന്നിരിക്കുന്നത്? V is equal to 100 sin omega t. അപ്പോൾ ഇതിന് നമ്മൾക്ക് VM എന്ന് പറയുന്നത് വിച്ച് ഈസ് ഇൻ ദ ഫോം VM sin omega t. അപ്പോൾ ഇതിന് VM എന്ന് പറയുന്നത് 100 ആയിട്ട് കിട്ടി. അപ്പോൾ VRMS എന്ന് പറയുന്നത് 100/√2 നമ്മൾക്ക് കിട്ടി. അപ്പോൾ 100/√2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? അതിനെ ഇത് 2 into 15 എഴുതാം ഡിവൈഡഡ് ബൈ √2. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു √2 വരും. അപ്പോൾ 50√2 വോൾട്ട് ആണ് VRMS കിട്ടുക. ഓക്കെ, 50√2 വോൾട്ടും VR കിട്ടി. നമുക്ക് ചോദ്യം എന്താണ്? പവർ ഫാക്ടർ cos φ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? cos φ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? VR ഡിവൈഡഡ് ബൈ VRMS കണ്ടുപിടിച്ചാൽ മതി. VR എന്ന് പറയുന്നത് 50 വോൾട്ട് ആണ്, ഡിവൈഡ് ബൈ VRMS എന്ന് പറയുന്നത് 50√2 വോൾട്ട് ആണ്. അപ്പം നമുക്ക് 50 ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/√2 ആണ് നമ്മുടെ cos φ വിച്ച് ഈസ് ഈക്വൽ ടു പവർ ഫാക്ടർ വരെ. 1/√2ന്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.707 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ദ ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ RC സീരീസ് സർക്യൂട്ട് ഈസ് ഡാഷ് ടു ദ പവർ ഫാക്ടർ. ഒരു RC സീരീസ് സർക്യൂട്ടിന്റെ ക്വാളിറ്റി ഫാക്ടർ പവർ ഫാക്ടറിനോട് എങ്ങനെയായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഈക്വൽ, നൺ ഓഫ് ദീസ്. നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിഫൈൻഡ് മെയിൻലി ഫോർ റെസൊണൻസ് സർക്യൂട്ട്സ് ആസ് എ മെഷർ ഓഫ് സെലക്ടിവിറ്റി. ഒരു സെലക്ടിവിറ്റിന്റെ മെഷർ പോലെയാണ് ഈ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത്. അത് പൊതുവെ നമ്മൾ റെസൊണൻസ് സർക്യൂട്ട്സിലാണ് ഈ ക്വാളിറ്റി ഫാക്ടർ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ക്വാളിറ്റി ഫാക്ടറിന് പല നിർവചനങ്ങളുണ്ട്, പല ഇക്വേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾക്ക് ഇവിടെ വരുമ്പോൾ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് റിയാക്റ്റീവ് പവറിന്റെയും റിയൽ പവറിന്റെയും റേഷ്യോ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ Q is equal to റിയാക്റ്റീവ് പവർ ഡിവൈഡ് ബൈ റിയൽ പവർ, ദാറ്റ് ഈസ് X/R എന്ന് വരും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos φ is equal to R/Z. ഓക്കെ, അപ്പോൾ R/Z എന്ന് പറയുന്നത് വിച്ച് ഇസ് റൂട്ട് ഓഫ് R² പ്ലസ് X² ആണ്. ഇവിടെ നമ്മൾക്ക് Q എന്ന് പറയുന്നത് എപ്പോഴാണ് ഹൈ ആവുക? X ഹൈ ആവുമ്പോൾ Q ഹൈ ആവും. അപ്പോൾ പവർ ഫാക്ടർ അവിടെ എന്തായിരിക്കും? ലോ ആവാണ് ചെയ്യുക. അതായത് നമുക്കിവിടെ കണക്ഷൻ വരുന്നത് എവിടെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ cos φ is equal to R/RZ ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആറിൻ്റെ വാല്യൂ വളരെ കുറവാവുക എന്ന് പറയുന്ന സമയത്ത് ആറിൻ്റെ വാല്യൂ വളരെ കുറവാകുമ്പോൾ ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, പവർ ഫാക്ടറും വളരെ കുറയും. ഓക്കെ, പിന്നെ താഴെ സെഡ് എന്ന് പറയുന്നതും ആറിൻ്റെ ഒരു കമ്പോണൻ്റ് ആയതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ നമ്മളിവിടെ വളരെ ചെറുത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തെ വാല്യൂ സ്വാഭാവികമായിട്ടും കുറച്ച് വലുതായിരിക്കും അല്ലേ? താഴത്തെ വാല്യൂ വലുതാവുക പറയുമ്പോൾ ഡിനോമിനേറ്റർ വലുതാവുക എന്ന് പറയുന്ന സമയത്ത് അവിടെ ടോട്ടൽ വാല്യൂ അവിടെ എന്താ ചെയ്യുന്നത്? കുറയാണ് ചെയ്യുക. നമുക്കറിയാം ന്യൂമറേറ്ററിനെ കമ്പയർ ചെയ്തിട്ട് ഡിനോമിനേറ്റർ ഒരുപാട് വലുതാവുമ്പോൾ സ്വാഭാവികമായിട്ട് ടോട്ടൽ ക്വാണ്ടിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അവിടെ കുറയാണ് ചെയ്യുക അല്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ Q എന്ന് പറയുന്നത് ഹൈ ആവുന്ന സമയത്ത് പവർ ഫാക്ടർ കുറയുകയും Q എന്ന് പറയുന്നത് ലോ ആവുന്ന സമയത്ത് പവർ ഫാക്ടർ ഹൈ ആവുകയും ചെയ്യുക. അപ്പോൾ അതിനർത്ഥം എന്താ? ഇവിടെ അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വരിക. അപ്പോൾ ഇത് തമ്മിൽ റിലേഷൻ എങ്ങനെ വരിക? അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾക്ക് ആൻസർ വരുന്നത്. അടുത്തത് 2 coupled coils are. ഇത് എപ്പോഴും PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഈ ഒരു ലെവലിൽ IEO-ലൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ ഒരുവിധം ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മളത് കാണാറുണ്ട്. അപ്പോൾ 2 coupled coils are connected as shown. താഴെ തന്നിരിക്കുന്ന പോലെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡോട്ട് കൺവെൻഷൻ വെച്ച് നമ്മളിവിടെ ചെയ്യാനുള്ളത് ഇഫ് LA is equal to 2 ഇൻഡക്ടർ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഇൻഡക്ടർ LA എടുക്കുകയാണ്. അതിൻ്റെ
വാല്യൂ 1 ഹെൻറി ആണ്, എൽ ബി എന്ന് പറയുന്നത് 2 ഹെൻറി ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കിട്ടി. അപ്പോൾ എൽ എന്റെ വാല്യൂയും എൽ എന്ന് പറയുന്നത് 1 ഹെൻറിയും എൽ ബി എന്ന് പറയുന്നത് 2 ഹെൻറി ആണ്. ഇതിന്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം എന്ന് പറയുന്നത് 0.5 ഹെൻറി ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഡോട്ട് കൺവെൻഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഡോട്ട് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്, ഒരേ സൈഡാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസ് വരില്ല. അതിന്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് 2 മാഗ്നറ്റിക്കലി കപ്പിൾഡ് ഇൻഡക്ടേഴ്സ് എന്ന് പറയുന്നത് കണക്റ്റഡ് ഇൻ സീരീസ് എയ്ഡിങ് ആണ് ഇവിടെ വരുന്നത് അല്ലേ. ഇവിടെ ഡോട്ട് കൺവെൻഷൻ ഷോസ് കറണ്ട് എൻറ്ററിങ് ബോത്ത് ഡോട്ടഡ് എൻഡ്സിൽ കൂടെ പോകുന്നു. അപ്പോൾ ഇവിടെ കറണ്ട് എയ്ഡിങ് ആണ് വരിക. രണ്ടും രണ്ട് ഡയറക്ഷനിലല്ല, രണ്ടും ഒരേ ഡയറക്ഷനിലാണ് വരുന്നത്. കറണ്ട് എയ്ഡിങ് ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ഇക്വിവാലന്റ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് LA പ്ലസ് LB പ്ലസ് 2M ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇതിന്റെ പല ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, മൈനസും പ്ലസും ഒക്കെ വെച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ L ഇക്വാലന്റ് ഇസ് ഈക്വൽ ടു LA പ്ലസ് LB പ്ലസ് 2M എന്നാണ് നമുക്ക് വാല്യൂ വരിക. അപ്പോൾ അതിൽ LA 1 ഹെൻറി കൊടുക്കാം, LB 2 ഹെൻറി കൊടുക്കുക, M 0.5 കൊടുക്കുക. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 2 into 0.5 or 1 plus 2 plus 1 is equal to 4 ഹെൻറി ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അത് 4 ഹെൻറി ആയിട്ട് മാറും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വോൾട്ടേജ് അപ്ലൈഡ് ടു എ റെസിസ്റ്റൻസ് R is equal to 8 ohm, XL is equal to 6 ohm, സീരീസ് സർക്യൂട്ട് എന്ന് പറയുന്നത് 150 വോൾട്ട് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത്. കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് നോക്കണം. അവിടെ നമുക്ക് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസും നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ കൂടെയുള്ള വോൾട്ടേജും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നിട്ടുണ്ട് R തന്നിട്ടുണ്ട്, XL is equal to 6 ohm തന്നിട്ടുണ്ട്, വോൾട്ടേജ് ആംപ്ലിറ്റ്യൂഡ് 150 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിന്റെ ഇംപെഡൻസ് കണ്ടുപിടിക്കാം. ഇംപെഡൻസ് Z is equal to root of R square plus XL square ആണ്, which is equal to root of 8 square plus 6 square കൊടുക്കുമ്പോൾ നമ്മൾക്ക് 64 plus 36 is equal to root 100 is equal to 10 ohm നമ്മൾക്ക് കിട്ടി. എന്ത്? അപ്പോൾ സെഡിന്റെ വാല്യൂ ഇപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? 10 ohm കിട്ടി. കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് V by Z ആണ്. നമുക്കിപ്പോൾ സാധാരണ V by R വരിക, പക്ഷെ ഇവിടെ നമുക്ക് രണ്ട് ഡിഫറെന്റ് കോമ്പണന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ എന്താ വരിക? Z ആണ്, ഇംപീഡൻസ് ആണ് നമ്മൾ അതിൽ കൊടുക്കുക റെസിസ്റ്റൻസിന് പകരം. അപ്പോൾ I is equal to V by Z വരും. അപ്പോൾ 150 by നമുക്ക് കിട്ടിയത് 10 ohm ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 15 ആംപിയർ കിട്ടി. 150 by 10 ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 15 ആംപിയർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, എ വോൾട്ടേജ് ഓഫ് V is equal to 20 sin 3140 plus 30 degrees applied across an RLC series സർക്യൂട്ടിൽ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് V is equal to 20 sin 3140 plus 30 degree എന്ന് പറയുന്നത്. ഇവിടെ R എന്ന് പറയുന്നത് 5 ohm, XL എന്ന് പറയുന്നത് 25 ohm, XC എന്ന് പറയുന്നത് 20 ohm തന്നിട്ടുണ്ട്. സീരീസ് RLC സർക്യൂട്ട് ആണ് RLC. അപ്പോൾ ഓരോന്നിന്റെയും റിയാക്ടൻസ് റെസിസ്റ്റൻസ് നോക്കാം. ഇത് 5, ഇത് 25, ഇത് 20 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആണ് ചോദിക്കുന്നത്. I എന്താണെന്നാണ് നമുക്ക് ചോദിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ വോൾട്ടേജ് നമുക്ക് ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാണ്? 20 sin 3140 plus 30 ഡിഗ്രി ആണ് കൊടുക്കുന്ന വോൾട്ടേജ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അതിൽ കൂടിയുള്ള കറണ്ട് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് V of t is equal to 20 sin 314t plus 30 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായത് VM sin omega t plus phi എന്നുള്ള ഫോം ആണല്ലോ. അപ്പോൾ അതിൽ ആംപ്ലിറ്റ്യൂഡ് 20 വോൾട്ട് കിട്ടി. അപ്പോൾ RMS വാല്യൂ എന്ന് പറയുന്നത് VM by root 2 നമുക്കറിയാം അല്ലേ. VRMS എന്ന് പറയുന്നത് എന്താണ്? VM by root 2 ആണ്. അവിടെ VM എന്ന് പറയുന്നത് എത്രയാണ്? 20. അപ്പോൾ 20 by root 2 ആണ്. അപ്പോൾ which is approximately equal to 14.14 വോൾട്ട് ആണ് നമുക്കറിയാം. 1 by root 2 എന്ന് പറയുന്നത് 0.707 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഇൻറ്റു 20 ചെയ്ത് കഴിഞ്ഞാൽ 14.14 കിട്ടും. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതിനെ ഡിവൈഡ് ചെയ്തിട്ടൊന്നും നമുക്ക് വേണ്ട, ഓട്ടോമാറ്റിക്കലി വാല്യൂവിൻ്റെ ആ 1 by root 2ൻ്റെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വേഗം നമുക്ക് ചെയ്യാൻ കിട്ടും. ഓക്കെ, അതൊന്ന്. പിന്നെ സർക്യൂട്ട് എലമെന്റ്സ് എന്തൊക്കെ തന്നിരിക്കണം? നമുക്ക് R is equal to 5 ohm, XL is equal to 25 ohm, XC is equal to 20 ohm ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നെറ്റ് റിയാക്ടൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? X is equal to രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അല്ലേ, XL മൈനസ് XC എന്ന് നമുക്കറിയാം. അപ്പോൾ ഏതാണോ വലുത് അതിനനുസരിച്ച് അങ്ങോട്ടും മാറും. അപ്പോൾ ഇവിടെ നമുക്ക് XL കൂടുതലായതുകൊണ്ട് XL മൈനസ് XC കൊടുത്തു. 25 മൈനസ് 20 is equal to 5 ohm കൊടുത്തു. അപ്പോൾ ഇനി ഇംപെഡൻസ് കണ്ടുപിടിക്കുകയാണെങ്കിലോ Z is equal to root of R square plus X square. R എന്ന് പറയുന്നത് നമുക്ക് അറിയാം 5 ohm എന്നറിയാം. അപ്പോൾ root of 5 square plus ഇത് 5 square. അപ്പോൾ 5 square plus 5 square ചെയ്ത് കഴിഞ്ഞാൽ root 50 വരും.
റൂട്ട് 50 വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 7.07 ഓം ആണ്. ഓക്കെ, നമുക്ക് ചോദ്യം എന്താണ്, നമുക്ക് അതിൽ കൂടുതലുള്ള കറണ്ട് ചോദിക്കണം അല്ലേ. അപ്പോൾ ആർ എം എസ് കറണ്ട് കണ്ടുപിടിക്കേണ്ടത്. ആർ എം എസ് കറണ്ട് ഈസ് ഈക്വൽ ടു വി ആർ എം എസ് ഡിവൈഡ് ബൈ സെഡ്. വി ആർ എം എസിന്റെ വാല്യൂ 1.414 നമുക്ക് തന്നിട്ടുണ്ട്. സെഡിന്റെ വാല്യൂ 7.07 കിട്ടി. അപ്പോൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എത്ര ആൻസർ കിട്ടുക? അതിൽ കൂടെ സർക്യൂട്ടിൽ കൂടിയുള്ള കറണ്ട് അത് 2 ആംപിയർ ആണ് നമ്മൾക്ക് ആൻസർ ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഈസ് ട്രൂ ഫോർ ബോത്ത് സീരീസ് ആൻഡ് പാരലൽ റെസൊണൻസ്? സീരീസ് റെസൊണൻസിനും പാരലൽ റെസൊണൻസിനും ട്രൂ ആയിട്ടുള്ളത് ഏതാണ്? ഇമ്പിഡൻസും കറണ്ടും വ്യത്യാസമുണ്ട് നമുക്കറിയാം അല്ലേ. ഇമ്പിഡൻസ് ഈസ് മിനിമം, കറണ്ട് ഈസ് മിനിമം. അപ്പോൾ ഇമ്പിഡൻസും കറണ്ടും രണ്ടിനും രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും എടുക്കാൻ പറ്റില്ല. പിന്നെ ബാക്കി രണ്ട് ഓപ്ഷനാണ്, പവർ ഫാക്ടർ ഈസ് 0, പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. അപ്പോൾ അതിൽ ഏതാണ് ആൻസർ? പവർ ഫാക്ടർ ഈസ് യൂണിറ്റി ആണ്. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കാൻ സാധിക്കും. ഇപ്പോൾ സീരീസ് റെസൊണൻസിന്റെ കേസ് എടുക്കുമ്പോൾ അപ്പോൾ ഇതിന് തന്നെ സീരീസ് റെസൊണൻസിന്റെ ഡീറ്റെയിൽസും പാരലൽ റെസൊണൻസിന്റെ ഡീറ്റെയിൽസും ഒപ്പം പഠിച്ചു പോകും. അപ്പോൾ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ പിന്നീട് ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ സീരീസ് റെസൊണൻസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും കറണ്ട് മാക്സിമം ആയിരിക്കും, അവിടെ ഇമ്പിഡൻസ് എപ്പോഴും മിനിമം ആയിരിക്കും. നിങ്ങൾ ആ ഫിഗർ ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സീരീസ് റെസൊണൻസിലെ ഇമ്പിഡൻസ് മിനിമവും അത് എപ്പോഴും വിച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ റെസിസ്റ്റൻസ് ആയിരിക്കും എന്ത് സീരീസ് റെസൊണൻസിൽ. അപ്പോൾ സീരീസ് റെസൊണൻസിൽ ഇമ്പിഡൻസ് മിനിമം ആണ്, ആ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് R ആയിരിക്കും. കറണ്ട് മാക്സിമം ഉണ്ടാവും. പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സീരീസ് റെസൊണൻസിന്റെ യൂണിറ്റിയാണ്. കാരണം XL ഈസ് ഈക്വൽ ടു XC ആയതുകൊണ്ട് പവർ ഫാക്ടർ അവിടെ എന്താണ്? യൂണിറ്റിയാണ്. അതുപോലെ പാരലൽ റെസൊണൻസ് ആണെന്നുണ്ടെങ്കിൽ ഇമ്പിഡൻസും കറണ്ടും അതിന്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇമ്പിഡൻസ് മാക്സിമം ആയിരിക്കും, കറണ്ട് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കും. പക്ഷെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. കാരണം വീണ്ടും അവിടെ XL ഈസ് ഈക്വൽ ടു XC എന്നുള്ളൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവിടെ റെസൊണൻസ് നടക്കുന്നത് തന്നെ അല്ലേ. ഈ കണ്ടീഷൻ കാരണമാണ് റെസൊണൻസ് നടക്കുന്നത്. അതിന് രണ്ട് ടൈപ്പ്, സീരീസും പാരലൽ. അപ്പോൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് സീരീസ് റെസൊണൻസിലായാലും പാരലൽ റെസൊണൻസിലായാലും അതിന്റെ പവർ ഫാക്ടറിന്റെ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? അത് യൂണിറ്റി ആയിരിക്കും അല്ലേ. അപ്പോൾ ഇമ്പിഡൻസ് മിനിമം എന്നുള്ളത് നമുക്ക് വെട്ടിക്കളഞ്ഞു, കറണ്ട് മിനിമം എന്ന് പറയുന്നത് വെട്ടിക്കളഞ്ഞു. പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0 ആണോ? അല്ല. അറ്റ് റെസൊണൻസിൽ പവർ ഫാക്ടർ അവിടെ എന്താ വരിക? അത് യൂണിറ്റിയാണ് വരിക. അപ്പോൾ അത് ബോത്ത് സീരീസ് ആൻഡ് പാരലൽ റെസൊണൻസിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഇതിൽ ഏതാണ്? പവർ ഫാക്ടർ ഈസ് യൂണിറ്റി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, കാൽക്കുലേറ്റ് ദ ഫോം ഫാക്ടർ ഓഫ് ദ ഹാഫ് റെക്ടിഫൈഡ് സ്ക്വയർ വോൾട്ടേജ് ഷോൺ ബിലോ. താഴെ ഒരു സ്ക്വയർ വോൾട്ടേജ് തന്നിട്ടുണ്ട്, അത് ഹാഫ് റെക്ടിഫൈഡ് ആണ്. അതിന്റെ ഫോം ഫാക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. നമ്മളത് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലേ. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൂടുതലൊന്നും നോക്കേണ്ടതായിട്ട് വരില്ല. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് RMS വാല്യൂ ഡിവൈഡ് ബൈ ആവറേജ് വാല്യൂ നമുക്കറിയാം അല്ലേ. അതായത് ഫോം ഫാക്ടർ എന്ന് പറയുന്നത് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് അല്ലേ. ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത് VM/√2 ആണ്. ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് VM/2 ആണ്. VM ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 2/√2 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2നെ √2 × √2 എന്ന് എഴുതാൻ ഡിവൈഡ് ബൈ റൂട്ട്. അത് ക്യാൻസൽ ചെയ്യുമ്പോൾ ബാക്കി √2 എന്ന് മാത്രം വരും. √2ന്റെ വാല്യൂ എന്താ? 1.414 ആണ്. അപ്പം നമുക്കിതിൽ വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ ഇതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യം വരില്ല. കാരണം ഇതിൽ ആകെ വരുന്നൊരു വാല്യൂ വന്നത് VM ആണ്. ആ VM 20 വോൾട്ട് എന്ന് നമുക്കറിയാം. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഇതിൽ കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ട് ആ വാല്യൂ പോലും നമുക്ക് എടുത്ത് എഴുതേണ്ട ആവശ്യം വരും. അപ്പോൾ കാണാതെ പഠിച്ചാൽ മതി. ഹാഫ് റെക്ടിഫൈഡ് സ്ക്വയർ വോൾട്ടേജിന്റെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും 1.414 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ എ 1.4 ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മച്ച് എനർജി is stored by a 100 millihenry inductance with a current of 1 ampere. നമുക്കറിയാം കറണ്ട് എന്ന് പറയുന്നത് 1 ampere ആണ്, ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് 100 മില്ലി ഹെൻറി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നമുക്കറിയേണ്ടത്. എനർജി ½ ആണ് നമ്മൾ സാധാരണ ഇൻഡക്ടറിൻ്റെ എനർജി കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലേ. എനർജി ഓഫ് ഇൻഡക്ടർ ആണ് ഇത് പറയുന്നത്. ഓക്കെ, ഇനി എനർജി ഓഫ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് ½ C/2. അപ്പോൾ ഇത് രണ്ട് പഠിക്കുക. അപ്പോൾ ഇൻഡക്ടർ അല്ല കപ്പാസിറ്റർ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ എനർജി ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്താണ്? ½ CV². എനർജി ഓഫ് ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താണ്? ½ Li². ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്കറിയാം E is equal to ½ Li² ആണ്. L എന്ന് പറയുന്നത് 100 മില്ലി ഹെൻറി ആണ്. നമ്മളതിനെ ഹെൻറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 100 × 10⁻⁻⁻⁻, which is equal to 0.1 ഹെൻറി ആണ് വരിക. കറണ്ട് I is equal to 1 ആംപിയർ ആണ്. അപ്പോൾ അതിൽ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ E is equal to ½ × 0.1 × 1². ഓക്കെ, അപ്പോൾ ഇത് വരുമ്പോൾ എന്താ വരിക? 0.1 / 2 വരും. 0.1 / 1/2 എന്ന് പറയുന്നത് 0.5 ആണ് അല്ലേ. 0.1 / 0.2 വരുമ്പോൾ 0.05 ജൂൾ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്.
Last question. A coil has an inductance of 0.35 Henry and is joined in series with a resistance of 110 ohm. ഒരു കോയിലിന് ഒരു ഇൻഡക്റ്റൻസ് ഉണ്ട് അല്ലെ, ഒരു കോയിൽ ഉണ്ട്, അതിനൊരു ഇൻഡക്റ്റൻസ് 0.35 ഹെൻറി ആണ്, വിച്ച് ഈസ് ജോയിൻഡ് ഇൻ സീരീസ് വിത്ത്, അതൊരു റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്ത് 110 ഓം ആണ്. വെൻ an alternating voltage of 220 വോൾട്ട് 50 ഹേർട്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, അങ്ങനെയെങ്കിൽ വാട്ട്ലെസ് കമ്പോണന്റ് ഓഫ് കറണ്ട് ആണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർക്യൂട്ട് വരിക. നമുക്കപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾക്ക് തന്നിട്ടുള്ള വാല്യൂസ് ഒക്കെ ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് L is equal to 0.35 ഹെൻറി തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് is equal to 110 ഓം തന്നിട്ടുണ്ട്. സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹേർട്സ് ആണ്. നമ്മുടെ കയ്യിലുള്ള ഡാറ്റാസ് ആയി. ഇനി ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? XL is equal to L omega. ഇവിടെ ഒമേഗന്റെ വാല്യൂ അല്ല തന്നിരിക്കുന്നത്, ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത് അല്ലേ. ശരിക്കും ഇതായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും L omega. ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ് അല്ലേ. അപ്പോൾ അതിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2πf into L വന്നു. അപ്പോൾ 2π into ഫ്രീക്വൻസി ഹേർട്സിലാണ്. അപ്പോൾ 50 into L എന്ന് പറയുന്നത് 0.35 ആണ്. അപ്പോൾ 0.35 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2π into 50 ചെയ്യുന്ന സമയത്ത് 3.14 ആണ് പൈൻ്റെ വാല്യൂ വരിക അല്ലേ. അപ്പോൾ 2 into 50 എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ 100 into 3.14 ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ 314.16 വന്നു. ഓക്കെ, ഇനി ആ വാല്യൂവിന് നമ്മൾ ഇൻഡക്റ്റൻസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 109.96 ഓം വന്നു, വിച്ച് ഇസ് അപ്രോക്സിമേറ്റ്ലി ഒരു 110 ഓമിനോട് ഈക്വൽ ആണ് XLന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് നമുക്ക് കിട്ടി. ഇനി ഇംപിഡൻസ് ഓഫ് ദ കോയിൽ എന്ന് പറയുന്നത് Z is equal to R square plus root of R square plus XL square ആണ്. അപ്പോൾ root of R എന്ന് പറയുന്നത് നമുക്കറിയാം 110 ഓം ആണ്. അപ്പോൾ 110 ഓം 110 സ്ക്വയർ പ്ലസ് 110 സ്ക്വയർ. കണ്ടോ, ഏതാണ്ട് നമുക്ക് ഈ പറയുന്ന വാല്യൂസ് ഒക്കെ നമുക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേപോലത്തെ വാല്യൂസ് കിട്ടുന്ന പോലുള്ള വാല്യൂസ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ 110 ആണ്. ഇപ്പോൾ XLന്റെ വാല്യൂ 110 ആയി. അപ്പോൾ റൂട്ട് ഓഫ് 2 into 110 സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ഈ സ്ക്വയർ വെളിക്ക് വരുന്ന സ്ഥലത്ത് 110 മാത്രമേ ഉണ്ടാവും, ബാക്കി റൂട്ട് 2. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഏതാണ്ട് 155.6 വരും. ഇനി കറണ്ട് എന്ന് പറയുന്നത് V/Z ആണ്. V/Zൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 220 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ വാല്യൂ കണ്ടുപിടിക്കണ്ട, ഇത് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ കറണ്ട് ഈസ് ഈക്വൽ ടു V/Z അല്ലേ. V എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടുന്നത്? 220 ആണ്. മറ്റേന്ന് പറയുന്നത് 110 റൂട്ട് 2 ആ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടിയാണ് അല്ലേ. അപ്പോൾ 2/√2. അപ്പോൾ 2/√2 എന്ന് പറയുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് മൊത്തം √2 മാത്രമാണ് കിട്ടുക. അത് 1.414 ആണ്. അപ്പോൾ അതാണ് നമ്മൾ ഇതിൽ കറക്റ്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. വെട്ടിപ്പോകാനുള്ള വാല്യൂസ് ഉള്ള രീതിയിലായിരിക്കും അവർ ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, കാരണം ഇതൊക്കെ ചെയ്ത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സമയം പിന്നെയും പോകും. അപ്പോൾ ഇവിടെ എന്താ കിട്ടി? 1.414 ആംപിയർ കിട്ടി. ഇനി സ്റ്റെപ്പ് 5 വാട്ട്ലെസ് റിയാക്റ്റീവ് കോമ്പണന്റ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് tan phi കണ്ടുപിടിക്കുക ആദ്യം. tan phi is equal to XL/R ആണ്. അപ്പോൾ അത് XL എന്ന് പറയുന്നത് 110 ആണ്. അപ്പോൾ 110/110 ചെയ്യുമ്പോൾ tan phi is equal to, അപ്പോൾ tan phi is equal to 1 കിട്ടും. tan phi 1 ആണെന്നുണ്ടെങ്കിൽ ഫൈൻ്റെ വാല്യൂ എന്തായിരിക്കണം? 45 ആയിരിക്കണം. ചോദ്യം അതല്ലല്ലോ. വാട്ട്ലെസ് അതായത് റിയാക്റ്റീവ് കമ്പോണന്റ് ഓഫ് ദ കറണ്ട് ആണ് ചോദിക്കുന്നത്. അത് I sin phi ആണ് നമുക്ക് തരുന്നത്. I sin phi ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഐൻ്റെ വാല്യൂ കണ്ടുപിടിച്ചല്ലോ, √2 അല്ലേ. 1.414 തന്നിട്ടുണ്ട്. ഇൻറ്റു sin phi എന്ന് പറയുന്നത് sin 45 ആണ്. sin 45ൻ്റെ വാല്യൂ എന്താ? 1/√2 ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു 1/√2 ചെയ്ത് കഴിഞ്ഞാൽ 1 ആംപിയർ കിട്ടും. അപ്പോൾ 1 ആംപിയർ കറണ്ടാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നമുക്ക് അത്യാവശ്യം ചെയ്യാനുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ബേസിക് ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത്രയും വലിയതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കട്ട് ഷോട്ട് ചെയ്യാവുന്ന രീതിയിലായിരിക്കും നമുക്കതിൽ വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി ഒരു എക്സാമിന് ചെയ്യുമ്പോഴും എപ്പോഴും നമ്മൾ ഈ 110√2 എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ആ സംഭവം അങ്ങനെ തന്നെ വെക്കുക. എവിടെയെങ്കിലും കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ ഫൈനലി നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് മൾട്ടിപ്ലൈ ചെയ്ത് അതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് വെക്കുന്നതിനേക്കാൾ നല്ലത് അത് അങ്ങനെ തന്നെ റോ ആയിട്ട് അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് അപ്പോൾ അവസാനം നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരു ചാൻസ് വരുന്ന സമയത്ത് അതിനെ കട്ട് ചെയ്തിട്ട് കളയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപ്പോൾ 1 ആംപിയറാണ് നമുക്കിവിടെ കറണ്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. മറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.